أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ സമ്പാദിക്കുന്നതിനു വേണ്ടി സത്യവിശ്വാസികൾക്ക് കനിഞ്ഞരളിയ മാസമാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിലാണ് നാം നിലയുറപ്പിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ എല്ലാ ദിനരാത്രങ്ങളിലും അല്ലാഹുവിന്റെ റഹ്മത്ത് അഥവാ കാരുണ്യത്തിന്റെ പേമാരി വർഷിക്കുമെങ്കിലും ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ പ്രത്യേകമായി റഹ്മത്തിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. അഥവാ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പേമാരി ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യരിലും മറ്റ് ജന്തുക്കളിലും മറ്റ് ജീവജാലങ്ങളിലും വർഷിക്കുന്നതിന് വേണ്ടി അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ റഹ്മത്ത് അല്ലാഹുവിന്റെ കാരുണ്യം എന്ന അർത്ഥത്തിലുള്ള പദപ്രയോഗങ്ങൾ വളരെ കൂടുതലായി കാണാൻ കഴിയും. 268 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിരിക്കുകയാണ്. റഹ്മത്ത്, റഹ്മാൻ, റഹീം. കൂടുതലും അങ്ങനെയുള്ള ഇസ്മിന്റെ അർത്ഥത്തിലുള്ള പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. ക്രിയാരൂപത്തിലുള്ള പദപ്രയോഗവും നടത്തിയിട്ടുണ്ട് 14 സ്ഥലങ്ങളിൽ. നമ്മുടെ രക്ഷിതാവ് നമ്മോട് കരുണ ചെയ്തില്ല എങ്കിൽ, റഹ്മത്ത് എന്ന അറബി പദത്തിന് വിശുദ്ധ ഖുർആനിൽ ധാരാളം അർത്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ വിവക്ഷിക്കപ്പെട്ടതായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. റഹ്മത്ത് എന്ന അറബി പദത്തിന്റെ ഒരു ഉദ്ദേശം സ്വർഗം എന്നതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് എന്ന് പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്. അവർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ ആശിക്കുന്നവരാണ്. ഇവിടെ റഹ്മത്ത് എന്ന പദപ്രയോഗത്തിലൂടെ സ്വർഗ്ഗത്തെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞിട്ട് നുബുവത്തിനെ ഉദ്ദേശിച്ച സ്ഥലമുണ്ട്. അല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അലി റളിയല്ലാഹു അൻഹു ഇവിടെ ബിറഹ്മതിഹി എന്നതിന് ബിനുബുവത്തിഹി എന്ന വിവക്ഷയാണ് നൽകിയിരിക്കുന്നത്. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി. അല്ലാഹു അവന്റെ നുബുവത്തിനെ പ്രത്യേകമാക്കും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം അള്ളാഹു പ്രത്യേകമായി നൽകുന്ന ഒരു
അംഗീകാരം, ഒരു ഡിഗ്രിയാണ് നുബുവത്ത് എന്നുള്ളത്. ഒരു മനുഷ്യൻ അധ്വാനിച്ച് നേടിയെടുക്കാൻ സാധ്യമല്ലാത്ത ഒരു പദവിയാണ് നുബുവത്ത്. അപ്പൊ നുബുവത്ത് എന്ന അർത്ഥത്തിലും റഹ്മത്ത് എന്ന പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. മഴ എന്ന അർത്ഥം കിട്ടുന്ന രീതിയിലും റഹ്മത്ത് എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആനിൽ നടത്തിയതായി കാണാൻ കഴിയും. بشرا بين يديه رحمته هو الذي يرسل الرياح الله കാറ്റിനെ അയക്കുന്നവനാണ്. ബുശ്റൻ ബൈന യദൈ അതിന്റെ മുന്നിൽ സന്തോഷവാർത്തയുണ്ട്. റഹ്മതിഹി അല്ലാഹുവിന്റെ മഴ വർഷിക്കും എന്ന്. ഇവിടെ റഹ്മത്ത് എന്ന പദപ്രയോഗം നടത്തിയിട്ട് മഴ എന്ന് ഉദ്ദേശിച്ചു. റഹ്മത്ത് എന്ന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പദപ്രയോഗം നടത്തിയിട്ട് ഖുർആനിനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വ ബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹൂ വ ഖൈറും മിമ്മാ യജ്മഊൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തിന് നൽകിയ 4 അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചതിന് ശേഷം അല്ലാഹു പറയാണ്, ഖുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുത്തു, ബിഫദ്ലില്ല അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, വ ബിറഹ്മതിഹി അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട്. ഇവിടെ റഹ്മത്ത് എന്നതിനെ ഹസനുൽ ബസ്രിയും ഖതാദയും മറ്റു മുഫസ്സിരീങ്ങളും ഖുർആൻ എന്ന് വിവക്ഷിച്ചിട്ടുണ്ട്. وبذلك فليفرحوا ആ ഖുർആൻ കൊണ്ട് അവരെ സന്തോഷിച്ചു കൊള്ളട്ടെ. هو خير مما يجمعون അവരവരുടെ കരങ്ങളിൽ ഒരുമിച്ച് കൂട്ടിവച്ചിരിക്കുന്ന ഭൗതികമായ മുഴുവൻ ഏർപ്പാടുകളെക്കാൾ മഹത്തരമായതാണ് ഖുർആൻ. റിസ്ഖ് എന്ന അർത്ഥവും റഹ്മത്ത് എന്ന പദപ്രയോഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. മാ യഫ്തഹില്ലാഹു മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ. അല്ലാഹു മനുഷ്യന് റിസ്ഖിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്താൽ, നിഅമത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്താൽ, ഫലാ മുംസിക ലഹാ അതിനെ പിടിച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. ഇവിടെ റഹ്മത്ത് എന്ന പദപ്രയോഗം നടത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിനെയും നിഅമത്തിനെയും ഉദ്ദേശിച്ചു. ഇനി റഹ്മത്ത് എന്ന പദപ്രയോഗം നടത്തിയിട്ട് ഇസ്മത്തിനെ ഉദ്ദേശിച്ച സ്ഥലങ്ങളുണ്ട്. ഇസ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധി നേടിയെടുക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് പാപങ്ങളിൽ നിന്ന് രക്ഷ നേടിയെടുക്കാൻ കഴിയുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് സൂറത്ത് യൂസുഫിൽ അല്ലാഹു പറയുകയാണ്, സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചപ്പോൾ ആ തിന്മയിൽ നിന്ന് അല്ലാഹുവിന്റെ ഇസ്മത്ത് കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം നടത്തിയ പദപ്രയോഗം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉദ്ധരിക്കുകയാണ്. വമാ ഉബദ്ദിഉ നഫ്സി ഇന്നൽ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി. യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, ഇന്നൽ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ. മനുഷ്യന്റെ ഉള്ളിലുള്ള വികാര വിചാരങ്ങൾ എപ്പോഴും തിന്മയെ പ്രേരിപ്പിക്കുന്നതായിരിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലുള്ള ചിന്താമണ്ഡലങ്ങളെ കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കൂടുതലും തിന്മയിലേക്ക് നോക്കാനും, തിന്മ പറയാനും, തിന്മ കേൾക്കാനും, പാപങ്ങൾ പ്രവർത്തിക്കാനുമുള്ള ത്വരയും പ്രേരണയുമായിരിക്കും ഉള്ളിൽ നിന്ന് പൊന്തി വരുന്നത്. മനുഷ്യന്റെ ഉള്ളിൽ അടക്കം ചെയ്തിരിക്കുന്ന ആ വികാര വിചാരങ്ങൾ, ആ തോന്നലുകളെയാണ് നഫ്സ് എന്ന് പറയുന്നത്. ഈ തോന്നലുകൾ എപ്പോഴും മോശമായ കാര്യങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നീ തിന്മ പ്രവർത്തിക്കുക, നീ പാപം പ്രവർത്തിക്കുക.
ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ രക്ഷിതാവിന്റെ സംരക്ഷണമുള്ളവർ ഒഴികെ. ഇവിടെ റഹ്മത്ത് എന്ന പദപ്രയോഗം നടത്തിയിട്ട് ഇസ്മത്ത്, പാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്ന വിവക്ഷ എന്ന അർത്ഥം ഉദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. റഹ്മത്ത് എന്ന പദപ്രയോഗം നടത്തിയിട്ട് ഖബൂലു ദുആ സ്വീകരിക്കപ്പെടൽ, പ്രാർത്ഥന സ്വീകരിക്കപ്പെടൽ എന്ന അർത്ഥം ഉദ്ദേശിച്ചിട്ടുണ്ട്. സഖറിയ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നിടത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഐൻ صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. സൂറത്തു മറിയം അല്ലാഹു സുബ്ഹാനഹു വ തആല സഖറിയ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പ്രതിപാദിക്കുകയാണ്. വയോവൃദ്ധനായ സഖറിയ നബി അലൈഹിസ്സലാം ഭാര്യയാണെങ്കിൽ വന്ധ്യത ബാധിച്ച് അവരും കിഴവിയായി. രണ്ടുപേർക്കും സന്താന ലബ്ധി കിട്ടിയില്ല. ഇനി സന്താനങ്ങളെ പ്രതീക്ഷിക്കാനും വകയില്ല. കാരണം എണ്ണിൻ കൂട്ടങ്ങളൊക്കെ നുരുട്ടി നശിക്കാൻ അടുത്തിരിക്കുകയാണ്. അതിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടാകാനുള്ള ബീജോത്പാദനത്തിന് ഒരു സാധ്യതയുമില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് സഖറിയ നബി അലൈഹിസ്സലാം ഒന്നിനും അസാധ്യമല്ലാത്ത അല്ലാഹുവിന്റെ അത്ഭുതകരമായ പുത്രത്തിനെ തനിക്ക് അനുകൂലമാക്കി എടുക്കാൻ വേണ്ടി ദുആ ഇറക്കുന്നത്. പടച്ചവനെ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എനിക്കും എന്റെ ഭാര്യയ്ക്കും ഭാഗ്യമായ സംവിധാനങ്ങളും ഏർപ്പാടുകളും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നിലയിലും മക്കളുണ്ടാകാൻ, സന്താനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ നിന്നോടുള്ള പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ നിരാശനല്ല. തീർച്ചയായും നീ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. നീ എനിക്കൊരു സന്താനം നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഖറിയ നബി അലൈഹിസ്സലാമിന്റെ ദുആയെ കേട്ടു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. യഹ്യ എന്ന് പറയുന്ന ഒരു മകനെ നൽകി. ലോക ചരിത്രത്തിൽ ആദ്യമായി സഖറിയ നബി അലൈഹിസ്സലാമിന്റെ മകനാണ് യഹ്യ എന്ന് നാമകരണം ചെയ്യപ്പെടുന്നത്. രണ്ടാമതായി ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് വിജ്ഞാനം അല്ലാഹു നൽകി. മൂന്നാമത് ഈസാ പ്രവാചകൻ നൽകിയ ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥത്തിന്റെ ജീവിതത്തിൽ കൃത്യമായി മുറുകെ പിടിക്കുന്നയാളായി. നാലാമതായി അദ്ദേഹം പരിശുദ്ധനായിരുന്നു. അഞ്ചാമതായി അദ്ദേഹം ധർമ്മനിഷ്ഠയുള്ളയാളായിരുന്നു. ആറാമതായി മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നയാളായിരുന്നു. അദ്ദേഹം ഒരിക്കലും നിഷ്ഠൂരനും അല്ലാഹുവിന് എതിർ പ്രവർത്തിക്കുന്നവനുമായിരുന്നില്ല. അത്രയും നല്ല ഒരു സന്താനത്തിന് നൽകി. ഈ ദുആ സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദപ്രയോഗമാണ് ذكر رحمة ربك عبده زكريا. തന്റെ ദാസനായ സഖറിയ നബി അലൈഹിസ്സലാമിന്റെ ദുആ സ്വീകരിച്ചതിനെ കുറിച്ചുള്ള പ്രതിപാദ്യ വിഷയമാണ്. എന്താ സഖറിയ നബി അലൈഹിസ്സലാം ദുആ ഇരുന്നത്? ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യാ. സഖറിയ നബി അലൈഹിസ്സലാം രഹസ്യമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല റഅസു ശൈബാ. അല്ലാഹുവേ, എന്റെ എല്ലിൻ കൂട്ടങ്ങൾ ബലഹീനമായിരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് ബീജോത്പാദനത്തിന് യാതൊരു സാധ്യതയുമില്ല. എന്റെ തലമുടിക്ക് നര ബാധിച്ചിരിക്കുകയാണ്. വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യാ. എന്നാൽ നിന്നോടുള്ള പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ ഒരിക്കലും നിരാശനല്ല. നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെയുള്ള ദൗർഭാഗ്യവാനായി ഞാൻ എന്നെ ഗണിക്കുന്നില്ല.
എന്തിനാ സക്കരിയ നബി അലൈഹിസ്സലാം ഒരു സന്താനത്തിനെ ആഗ്രഹിച്ചത്? ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ഒരു കുടുംബവും ഗോത്രവും അവരിൽ ദീൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ. അല്ലാഹുവേ, എനിക്ക് പിൻതലമുറയിൽ അല്ലാഹുവേ നിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്ന ഒരാളില്ലാതെയായി പോകും. അവർ ശരിയായ ദിശാബോധം കിട്ടാതെ വഴിവിട്ടു പോകും. അതുകൊണ്ട് വലിയ ഒരു തലമുറ, വലിയ ഒരു കുടുംബം നശിക്കുന്നതിനെ പേടിച്ചുകൊണ്ടാണ് ശരിയായ ദിശാബോധം കാണിക്കുന്ന ഒരു പ്രബോധകനായ മകനെ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആക്ക് ഉത്തരം നൽകുകയാണ്. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നകു ബിമാ ഖബലു സമീയ. സക്കരിയ, നിങ്ങൾക്ക് യഹ്യ എന്ന് പറയുന്ന ഒരു പ്രവാചകന് മകനായി നൽകുകയാണ്. ഇതിനു മുമ്പ് യഹ്യ എന്ന ഒരാൾക്ക് നാമകരണം ചെയ്യപ്പെട്ടിട്ടില്ല. يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا وحنانا من لدنا وكان زكاة وكان تقيا وبرا بوالديه ولم يكن جبارا عصيا وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്യ നബി അലൈഹിസ്സലാമിനെ സക്കരിയ നബി അലൈഹിസ്സലാമിനെ പ്രദാനം ചെയ്യുകയാണ്. ഇവിടെ ദിക്റു റഹ്മത്തി റബ്ബിക എന്ന റഹ്മത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഖബൂൽ ദുആ സ്വീകരിക്കപ്പെടുക എന്നതാണ്. ഇങ്ങനെ റഹ്മത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. അതിൽ നുബുവത്ത് എന്ന അർത്ഥമല്ലാത്ത എല്ലാ അർത്ഥങ്ങളും അനുഗ്രഹീതമായ റമദാനിന്റെ ആദ്യത്തെ റഹ്മത്തിൽ പൂർണ്ണമായും ഫിറ്റാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗം നമുക്ക് നേടിയെടുക്കാൻ പറ്റും അനുഗ്രഹീത റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് സൽക്കർമ്മങ്ങളിലൂടെയും. അനുഗ്രഹീത റമദാനിൽ നമുക്ക് ഖുർആൻ അനുകൂലമാക്കി എടുക്കാൻ കഴിയും, ഖുർആൻ പഠിക്കാൻ കഴിയും. അനുഗ്രഹീത റമദാനിൽ അല്ലാഹുവിന്റെ കാരുണ്യമാകുന്ന മഴ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അനുഗ്രഹീത റമദാനിലൂടെ നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾക്ക് അല്ലാഹുവിൽ നിന്ന് സ്വീകരിച്ചെടുക്കാൻ കഴിയും. അനുഗ്രഹീത റമദാനിലെ ഈ 10 നമുക്ക് അല്ലാഹുവിന്റെ റിസ്ഖും നിഅമത്തും നേടിയെടുക്കാൻ കഴിയും. അനുഗ്രഹീത റമദാനിന്റെ ആദ്യത്തെ റഹ്മത്തിന്റെ 10ലാണ് നാം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. അവർ ഒരുമിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന മുഴുവൻ ഭൗതികമായ ഏർപ്പാടുകളെക്കാൾ ശ്രേഷ്ഠമായതാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഭൗതികമായ സംവിധാനങ്ങളും ഏർപ്പാടുകളും ഉണ്ടോ, അത് സമ്പത്താകട്ടെ, മറ്റ് സൗകര്യങ്ങളാകട്ടെ, അക്ഷരക്കൂട്ടങ്ങളുള്ള ഡിഗ്രി ആകട്ടെ, വലിയ വലിയ സ്ഥാനങ്ങളിൽ വിരാജിക്കലാകട്ടെ, ഇതിനേക്കാൾ എല്ലാം മഹത്തരമായതാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. സൂറത്തുൽ കാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയ 3 ചരിത്ര സംഭവങ്ങൾ വിവരിക്കുകയാണ്. ഒന്ന് അസ്ഹാബുൽ കഹ്ഫ്. ദഖിയാനൂസ് എന്ന് പറയുന്ന അക്രമകാരിയായ ഭരണാധികാരി മുഴുവൻ ജനങ്ങളെയും ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശിർക്കിലേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തിന്റെ വാദത്തിനെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് ആക്കി തീർന്നു. ഒരു വിഭാഗം യുവാക്കൾ അല്ലാഹുവിന്റെ ഏകത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തൗഹീദിനെ കടാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് ദഖിയാനൂസ് എന്ന അക്രമകാരിയായ ഭരണകർത്താവ് അറിയാനിടയായി. ആ യുവാക്കളെ രാജാവിന്റെ സവിധത്തിൽ ഹാജരാക്കി നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. രാജാവും ഭരണകൂടവും മുഴുവൻ ജനങ്ങളും പ്രതികൂലമായ അവസ്ഥയിലാണ്. എന്നാൽ പരസ്യമായ അല്ലാഹുവിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനം ആ രാജാവിന്റെ മുന്നിൽ നടത്തിയ സംഭവമാണ് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. وَرَبَطْنَا عَلَى قُلُوبِهِمْ إِذْ قَامُوا فَقَالُوا رَبُّنَا رَبُّ السَّمَاوَاتِ وَالْأَرْضِ
لن ندعو من دونه إلها لقد قلنا إذا شططا. നാം അവരുടെ ഹൃദയത്തിൽ ഈമാനിയായ കെട്ടുറപ്പ് നൽകി എപ്പോഴാണ് അവരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരസ്യ പ്രബോധനം ചെയ്യാൻ വേണ്ടി തയ്യാറായപ്പോ നമ്മുടെ രക്ഷിതാവ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ്. അല്ലാഹുവല്ലാത്ത ഒരു വ്യക്തിയെയും ശക്തിയെയും വസ്തുവിനെയും ആരാധിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും വ്യക്തിയെയോ വസ്തുവിനെയോ ശക്തിയെയോ ആരാധ്യരായി സ്വീകരിച്ചാൽ അല്ലാഹുവിന്റെ വിഷയത്തിൽ നാം അന്യായം പറഞ്ഞവരായി പോകും. രാജാവും ഭരണകൂടവും അവർക്ക് താക്കീത് നൽകി. ആ യുവാക്കൾ ഒരു ഗുഹയിലേക്ക് അഭയം തേടാൻ വേണ്ടി തീരുമാനിച്ചു. രാജ്യം വിട്ടുകൊണ്ട് ഹൃദയത്തിൽ തൗഹീദ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആ ഗുഹയിലേക്ക് അഭയം തേടുമ്പോൾ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട്. അക്രമകാരിയായ ഭരണകർത്താവിൽ നിന്നുള്ള രക്ഷയും സുരക്ഷിതത്വവും, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം, താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ അവർക്ക് ആവശ്യമാണ്. പക്ഷേ അവരാദ്യം അല്ലാഹുവിനോട് ദുആയിടുന്നത് അല്ലാഹുവിന്റെ റഹ്മത്തിനു വേണ്ടിയാണ്. ഇദവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി് ലനാ മിൻ അംരിനാ റസദാ. ആ യുവാക്കൾ ഗുഹയിലേക്ക് അഭയം തേടിയ സന്ദർഭത്തിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ നിന്റെ റഹ്മത്തിനെ, കാരുണ്യത്തിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിനെ ആ ഗുഹാവാസികളിലേക്ക് വർഷിച്ചു. 309 വർഷം അവർ സ്വൈര്യമായ ആ ഗുഹയുടെ ഉള്ളിൽ വിശ്രമിക്കുകയുണ്ടായി. സൂര്യൻ ഉദിക്കുന്ന വേളയിൽ അതിന്റെ പ്രകാശരശ്മി ഉള്ളിലേക്ക് കടന്ന് അവന്റെ വിശ്രമത്തിന് കോട്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഗുഹയെ വിട്ട് വലതുഭാഗത്തേക്ക് തെന്നി മാറുമായിരുന്നു. സൂര്യൻ അസ്തമിക്കുന്ന വേളയിൽ അതിന്റെ പ്രകാശരശ്മി ഉള്ളിലേക്ക് കടന്ന് അവരുടെ ഉറക്കത്തിന് കേടുപാട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഗുഹയെ വിട്ട് ഇടതുഭാഗത്തേക്ക് തെന്നി മാറുമായിരുന്നു. 309 വർഷം അവർ സ്വൈര്യമായി വിശ്രമിച്ചു. അല്ലാഹുവിന്റെ റഹ്മത്ത് എത്ര ഉയർന്നതാണ്. രണ്ടാമതായി സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയ സംഭവം വിശദീകരിക്കുന്നത് ഹദറിന്റെ സംഭവമാണ്. മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായീലിനെ ഒരുമിച്ച് കൂട്ടി പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം നടത്തി. പ്രസംഗം കഴിഞ്ഞപ്പോ ബനൂ ഇസ്രായീലിൽപ്പെട്ടവര് ചോദിച്ചു, നിങ്ങളെക്കാൾ പാണ്ഡിത്യമുള്ള ആരെങ്കിലും ലോകത്തുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന് ഭൂമിയുടെ പുറത്തേക്ക് മുകളിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും ഉയർന്ന പാണ്ഡിത്യവും അതും എനിക്കുള്ളത്. ഇൽമിനെ, വിജ്ഞാനത്തിനെ അല്ലാഹുവിലേക്ക് മടക്കാത്തത് കൊണ്ട് അല്ലാഹുവിന് ദേഷ്യം വന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പാണ്ഡിത്യം നൽകിയ ഒരു വ്യക്തിയുണ്ട്. 2 സമുദ്രങ്ങൾ സമന്വയിക്കുന്ന സ്ഥലത്താണ് അദ്ദേഹമുള്ളത്. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി നിങ്ങൾ ഇൽമു പഠിക്കണം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമയും യൂസുഫ് ബിൻ നൂനും പുറപ്പെട്ടു. ചരിത്രം പ്രവിശാലമാണ്. 2 സമുദ്രങ്ങൾ സമന്വയിക്കുന്ന സ്ഥലത്ത് അവരെത്തി. അവിടെ അവർ ഹിദർ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയുണ്ടായി. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. അവർ രണ്ടുപേരും ആ 2 സമുദ്രങ്ങൾ സമന്വയിക്കുന്ന സ്ഥലത്ത് കണ്ടെത്തുകയുണ്ടായി. അബ്ദൻ, ഒരു ദാസനെ, നമ്മുടെ റഹ്മത്ത് കിട്ടിയ ദാസൻ, നമ്മളുടെ അടുക്കൽ നിന്നുള്ള പ്രത്യേകമായ അറിവ് കിട്ടിയ ദാസൻ. അതിനുശേഷം മൂസാ അലൈഹിസ്സലാമയും ഹദറും തമ്മിൽ നടത്തിയ യാത്ര വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ നന്നായി വിശദീകരിക്കുകയാണ്. മൂന്നാമതായി അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയ ദാസനായ ദുൽഖർനൈൻ എന്ന് പറയുന്ന സാലിഹിന്റെ സംഭവമാണ് വിശദീകരിക്കുന്നത്. യസ്അലൂനക അനിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ.
അവർ നിങ്ങളോട് ദുൽഖർനൈനെ കുറിച്ച് ചോദിക്കും. ദുൽഖർനൈനെ കുറിച്ച് നാം പൂർണ്ണമായി സവിസ്തരം വിശദീകരിച്ചു തരാം. ലോകത്തിന്റെ മുഴുവൻ അധികാരം നൽകിയ ഒരു വ്യക്തിയായിരുന്നു ദുൽഖർനൈൻ. അദ്ദേഹത്തിന്റെ അധികാര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനവും പട്ടാളക്കാരെയും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യമായി പടിഞ്ഞാറ് ഭാഗത്ത് യാത്ര ചെയ്തു, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത്. പിന്നീട് കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് യാത്ര ചെയ്തു. ഭൂമി മുഴുവനും യാത്ര ചെയ്തു. അതിനുശേഷം അദ്ദേഹം 2 മലയിടുക്കുകളുടെ ഇടയിൽ എത്തിപ്പെടുകയുണ്ടായി. അവിടെ ഒരു വിഭാഗം ജനങ്ങൾ അവരാണ് എങ്കിൽ ദുൽഖർനൈനോട് വന്ന് ആവരാതിപ്പെടുകയാണ്. ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർളി ഫഹൽ നജഅലു ലക ഹറജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. ദുൽഖർനൈനോട് പറയുകയാണ്, യാ ദുൽഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള്. തീർച്ചയായും യഅജൂജ് മഅജൂജുകൾ നമ്മുടെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഫഹൽ നജഅലു ലക ഹറജൻ അലാ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. നമ്മൾ നിങ്ങൾക്കൊരു കൂലി നിശ്ചയിച്ചു തരാം. നമ്മുടെയും യഅജൂജുകളുടെയും ഇടയിൽ ശക്തമായ ഒരു മറയെ, ഒരു മതിൽക്കെട്ടിനെ നിങ്ങൾ നിർമ്മിച്ചു നൽകണം. എനിക്ക് കൂലിന് ആവശ്യമില്ല. ഭൗതികമായ അല്ലാഹു എനിക്ക് ഉയർന്ന സൗകര്യങ്ങളും ഏർപ്പാടുകളും സംവിധാനങ്ങളും നൽകിയിട്ടുണ്ട്. എന്നെ നിങ്ങളൊന്ന് സഹായിച്ചാൽ മതി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഇരുമ്പിന്റെ കഷണങ്ങൾ കൊണ്ടുവരിക. നിർദ്ദേശപ്രകാരം ഇരുമ്പിന്റെ കെട്ടികൾ അവർ കൊണ്ടുവന്നു. 2 മലയിടുക്കിന്റെ ഇടയിൽ അട്ടിയട്ടിയായിട്ടു. അതിന്റെ ഉള്ളിലാണ് എങ്കിൽ ചെമ്പൊരുക്കി ഈയമൊരുക്കി ഒഴിച്ചു ശക്തമായ ഒരു മതിൽക്കെട്ടായി രൂപാന്തരപ്പെട്ടു. ദുൽഖർനൈൻ ഒരിക്കലും ഇത് തന്റെ അവകാശവാദമായി പറയുകയല്ല. ഇത്രയും വലിയ ബാത്തിലിന്റെ സങ്കേതമായ യഅജൂജ് മഅജൂജുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അനിവാര്യമായ ഒരു മതിൽക്കെട്ടിനെ നിർമ്മിച്ചു നൽകിയത് എന്റെ വെടുപ്പ് കൊണ്ടല്ല, ഇത് എന്റെ രക്ഷിതാവിന്റെ റഹ്മത്ത് കൊണ്ടാണ്. قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكا وكان وعد ربي حقا. ദുൽഖർനൈൻ പറയുകയാണ്, ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇത് എന്റെ രക്ഷിതാവിന്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. ഫഇദാ ജാഅ വഅദു റബ്ബി, എന്റെ രക്ഷിതാവിന്റെ വാഗ്ദാനത്തിനും എത്തും ഖിയാമത്തിനോട് അടുക്കുന്ന വേളയിൽ ജഅലഹു ദക്കാ, അല്ലാഹു തന്നെ ഈ മതിൽക്കെട്ടിനെ തകർത്ത് തരിപ്പണമാക്കും. വകാന വഅദു റബ്ബി ഹഖ്ഖാ, എന്റെ രക്ഷിതാവിന്റെ വാഗ്ദാനം സത്യമായി പുലരുക തന്നെ ചെയ്യും. യഅജൂജുകൾ ആ മതിൽക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടും. ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ നാശങ്ങൾ വിതയ്ക്കും. സമുദ്രത്തിന്റെ ജലാശയത്തിലുള്ള വെള്ളങ്ങൾ കുടിച്ചു തീർക്കും. കൃഷിപ്പാടത്തുള്ള ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തിന്ന് നശിപ്പിക്കും. മനുഷ്യർക്ക് ഭൂമിയിൽ സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത ശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ യഅജൂജുകൾ ആ മതിൽക്കെട്ടിനെ തകർത്തുകൊണ്ട് ഭൂമിയാകെ വ്യാപിക്കും. ഇത്രയും ഉയർന്ന മതിൽക്കെട്ടിന് നിർമ്മിക്കാൻ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടായിരിക്കുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് അനുകൂലമായി കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ ജീവിതം നമുക്ക് സ്വൈര്യമാണ്, മരണം വിജയപ്രദമാണ്, ആഖിറത്ത് നമുക്ക് വിജയപ്രദമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിനു വേണ്ടി നാം അനുഗ്രഹീത റമദാനിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കാരുണ്യത്തിന്റെ പേമാരി വർഷിക്കുമ്പോൾ ആ റഹ്മത്തിനെ നമ്മൾ ദുആയിലൂടെ നേടിയെടുക്കും. പ്രവാചകന്മാർ എത്രയോ ഉയർന്നവരായിരുന്നു. അല്ലാഹുവിന്റെ റഹ്മത്തിനു വേണ്ടി അവർ ചെയ്ത ദുആകൾ ഖുർആനിൽ വരുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ,
അല്ലാഹുവേ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ നിന്റെ റഹ്മത്തില്ലായെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും. നൂഹ് നബി അലൈഹിസ്സലാം ചെയ്ത ദുആ വഇൻ ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരുന്നില്ല എങ്കിൽ, നിന്റെ റഹ്മത്ത് എനിക്ക് വർഷിക്കുന്നില്ല എങ്കിൽ അകും മിനൽ ഖാസിരീൻ, ഞാൻ പരാജികളിൽ പെട്ടുപോകും. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റഹ്മത്തിനു വേണ്ടി ചെയ്ത ദുആ അൻത വലിയുനാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുൽ ഗാഫിരീൻ. അല്ലാഹുവേ നീയാണ് എന്റെ യജമാനൻ, നീ എനിക്ക് പുറത്തു തരണം, നിന്റെ റഹ്മത്ത് എന്നിലേക്ക് വർഷിക്കണം. ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം, മദീനയുടെ കിരീടം, മുത്തടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിനു വേണ്ടി ചെയ്ത ദുആ റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റഹീമീൻ. അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ, എനിക്ക് നിന്റെ റഹ്മത്ത് നീ നൽകണമേ. അല്ലാഹു മാനവകുലത്തിന്റെ ഉത്ബോധനത്തിനു വേണ്ടി നിയോഗിച്ച പ്രവാചകന്മാരൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്തിനു വേണ്ടി ദുആ ചെയ്യുന്നു എങ്കിൽ നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ റഹ്മത്തിനു വേണ്ടി ദുആ ചെയ്യാൻ എത്ര ആവശ്യക്കാരാണ്. നിഗ്രഹീത റമളാനിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പേമാരി വർഷിക്കുമ്പോ അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ യാഥാർത്ഥ്യം നീ അറിയുന്നവരാണ്, നീ എനിക്ക് നിന്റെ റഹ്മത്തിനെ കാരുണ്യത്തിന് നൽകണമേ. അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത് ഭാഗ്യമായ സംവിധാനങ്ങളിലല്ല, നേരെ മറിച്ച് അമലുകളിലൂടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മിലേക്ക് വന്നണയുന്ന അമലുകൾ കൃത്യമായി ഉണ്ടാക്കി. ഖുർആനിൽ ധാരാളം അമലുകൾ പറയുന്നുണ്ട്. വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വയുഖീമൂന الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്ന അമലുകൾ 4 അമലുകൾ പറയുകയാണ്. ഒന്ന് ദഅവത്ത്. നമ്മൾ മാത്രം നിസ്കരിച്ചാൽ പോരാ, നമ്മൾ മാത്രം നോമ്പെടുത്താൽ പോരാ. നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ അയൽപക്കം, നമ്മുടെ നാട്, നമ്മുടെ പ്രദേശങ്ങളിൽ പരിധി നോക്കണം. എല്ലാവരെയും നന്മയിലേക്ക് ആനയിക്കണം. നമസ്കാരത്തിന് വേണ്ടി, നോമ്പിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കണം. റമദാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു ആവേശത്തിന്റെ മാസമായിട്ട് മാത്രമാണ് മനസ്സിലാക്കുന്നത്. ആവേശം എത്ര ദിവസം? റമദാൻ തുടങ്ങുന്നത് 2 ദിവസം തറാവീഹ് പള്ളിക്ക് ഫുള്ളായിരിക്കും. എല്ലാ അമലുകളിലും നമ്മൾ ഭയങ്കരമായി ജാഗരൂകരായിരിക്കും. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്ത് സഫുകൾ കുറയും, ആവേശം. റമദാനിന്റെ 30 ദിവസവും തറാവീഹ് നമസ്കാരം സുന്നത്താണ്. റമദാനിന്റെ 30 ദിവസവും പള്ളികളെ അമലുകൾ കൊണ്ട് ധന്യമാക്കണം. ഖുർആൻ ഓതണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, പുണ്യങ്ങൾ കൂടുതലായി ചെയ്യണം. അതുകൊണ്ട് ഇതിന്റെ പ്രേരണ വളരെ കൂടുതൽ ആവശ്യമാണ്. എല്ലാവരെയും പ്രേരിപ്പിക്കും. രണ്ടാമതായി നമസ്കാരം കൃത്യമായി നിലനിർത്തണം. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോലെ വാക്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് വരണം. ഔവത്തക്ബീറോടെ ജമാഅത്തായി നമസ്കരിക്കണം. റമദാനിൽ കൃത്യമായി ജമാഅത്തായി നമസ്കാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത 11 മാസം നമുക്ക് ജമാഅത്തായി നമസ്കാരം എളുപ്പമായി. സമ്പത്തിങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അതിന്റെ സകാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കണക്കെഴുതി വെച്ചിട്ടുണ്ട്. ഉസ്താദിന് 500 രൂപ, മോദി സാഹിബിന് 400 രൂപ, ക്ലിക്കിംഗ് ചെയ്യുന്ന ആൾക്ക് 250 രൂപ സകാത്ത് നോക്കിയത്. സകാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിന്റെ 40,000 ഓഹരി ചെയ്തിട്ട് ഒരു ഭാഗം കൊടുക്കണം. 10 ലക്ഷം രൂപ ഉണ്ട് എങ്കിൽ 25,000 രൂപ സകാത്ത് കൊടുക്കും. 40 ലക്ഷം ഉണ്ട് എങ്കിൽ 1 ലക്ഷം രൂപ സക്കാത്തായി കൊടുക്കണം. 1 കോടി രൂപയുണ്ട് എങ്കിൽ 2 ലക്ഷം രൂപ സക്കാത്തായി കൊടുക്കണം. ഇങ്ങനെ സക്കാത്ത് നമ്മൾ
കണക്ക് നോക്കി സക്കാത്തിന്റെ അവകാശികളിലേക്ക് കൊടുത്തു കിട്ടിക്കഴിഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിലൂടെ തന്നെ ഉണ്ടാവും. ويؤتون الزكاة ويطيعون الله ورسوله അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കും. ഖുർആൻ കൂടുതലായി കേൾക്കേണ്ടുന്ന മാസമാണ് തറാവീഹ് നിസ്കാരത്തിൽ. ഖുർആനിന്റെ അർത്ഥങ്ങളും ഖുർആൻ പ്രഭാഷണങ്ങളും കേൾക്കേണ്ടുന്ന മാസമാണ്. وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്, ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കരുണ കിട്ടിയേക്കാം, റഹ്മത്ത് കിട്ടിയേക്കാം. ആരുടെയെങ്കിലും ഇടയിൽ ഭിന്നതയുണ്ട് എങ്കിൽ ആ ഭിന്നത ഒഴിവാക്കി അവരുമായി സന്ധിയിൽ യോജിപ്പിൽ ഏർപ്പെടുന്ന മാസമാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും സഹോദരന്മാരാണ്. ഫഅസ്ലിഹൂ ബൈന അഖവൈകും, സഹോദരന്മാരുടെ ഇടയിൽ യോജിപ്പുണ്ടാക്കണം, യോജിപ്പുണ്ടാക്കണം. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിന് വിധേയരാക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാര്യങ്ങൾ ഭിന്നതയുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയി അവരോട് സലാം പറഞ്ഞ്, അവരോട് കുശലങ്ങൾ അന്വേഷിച്ച്, അവരോട് വിവരങ്ങൾ കൈമാറി, അവർക്ക് കഴിയുമെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റുകൾ നൽകി അവരുടെ ഹൃദയം നമ്മളുമായി ഇണക്കേണ്ടുന്ന, അടുപ്പിക്കേണ്ടുന്ന മാസം അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും ഉയർന്ന ഒരു ഉപാധിയാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് നേടിത്തരുന്ന അമലുകൾ കൊണ്ട് കൂടുതലായി റമളാനെ നമ്മൾ ധന്യമാക്കണം. ഓരോരുത്തരും അവരവരുടെ ബന്ധുക്കളിൽ, അവരുടെ അയൽവാസികളിൽ, അവരുടെ പ്രദേശങ്ങളിലുള്ള ആവശ്യക്കാരെ മനസ്സിലാക്കി അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന മാസം. ഹാരിസ് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹത്തിന് പ്രായമായപ്പോൾ കാഴ്ചശക്തി മങ്ങി, അദ്ദേഹത്തിന് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥ വന്നു, അന്ധത ബാധിച്ചു. അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് വെള്ളിയിലേക്ക് ഒരു കയറിനെ ബന്ധിച്ചു. മുറിയിൽ അദ്ദേഹത്തിന്റെ അലമാരയിൽ ഉണ്ടായിരുന്ന ദിറംസുകളും ദിർഹമുകളും അദ്ദേഹം യാചകന്മാർക്ക് നൽകുമായിരുന്നു. വീട്ടുകാരും കുടുംബക്കാരും ചോദിച്ചു, നിങ്ങൾക്ക് ദാനധർമ്മം നൽകിയാൽ പോരെ? ഞങ്ങളുടെ കരങ്ങളിൽ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമ്മളത് ദാനധർമ്മമായി നൽകുമല്ലോ. പിന്നെന്തിനാണ് അലമാരയിൽ നിന്ന് നിങ്ങൾ എടുത്ത് നിങ്ങൾ വെളിയിലേക്ക് ബന്ധിച്ചിരിക്കുന്ന ഈ കയറിൽ പിടിച്ച് വേച്ച് നടന്നുപോയി അഗതികൾക്കും യാചകർക്കും അനാഥർക്കും നിങ്ങൾ സംഭാവനയും ദാനധർമ്മവും നൽകുന്നത്? ഹാരിസ് ബിൻ നുഅ്മാൻ പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കേട്ട ഒരു വചനമാണ് എന്നെ ഇതിലേക്ക് നയിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, മുനാവലത്തുൽ മിസ്കീൻ തഖീ മസാലിഹ സൂ, അഗതികൾക്ക്, പാപങ്ങൾക്ക് സ്വന്തം കരങ്ങൾ കൊണ്ട് ദാനധർമ്മം ചെയ്യുന്നതിലൂടെ മോശമായ അന്ത്യത്തിൽ നിന്ന് അല്ലാഹു സുരക്ഷിതത്വം ഒരുക്കും. അതുകൊണ്ടാണ് അന്ധത ബാധിച്ചിട്ടും ഈ കയറിൽ പിടിച്ചു വേച്ച് നടന്നുപോയി അവകാശികൾക്ക്, അവർ യാചകരാണെങ്കിലും ശരി, അവരഗതികളാണെങ്കിലും ശരി, അവരനാഥരാണെങ്കിലും ശരി, അങ്ങോട്ട് പോയി ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. സമ്പത്തുള്ളവർ ഞങ്ങളുടെ വീടുകളിൽ ധാരാളം പേര് വന്ന് കുമിഞ്ഞുപോയി നിൽക്കുമ്പോ നമ്മൾ വലിയ അഭിമാനത്തിന്റെ ആൾക്കാരാണ് എന്ന് ധരിക്കുകയല്ല വേണ്ടുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ അയൽപക്കത്തും നമ്മുടെ പ്രദേശത്തുമുള്ള അവകാശികളെ ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാകുന്ന സാമ്പത്തികമായ സഹായം നൽകേണ്ടുന്ന മാസം. അതുകൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കൂടുതലായി സൽക്കർമ്മങ്ങളിൽ, ദാനധർമ്മങ്ങളിൽ, അമല സാലിഹാത്തുകളിൽ മുന്നേറണം. സർവശക്തനായ അല്ലാഹു തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.